നമസ്കാരം ഗൈസ്. സോ അർജുൻ്റെ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സംഭവത്തിൽ ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ബ്ലാസ്റ്റ് നടന്ന സംഭവങ്ങളും ഒരു ദൃക്സാക്ഷി ഇപ്പോൾ പെട്ടെന്ന് വന്നിരിക്കുന്നു. അയാൾ ഒരു ദൈവതുല്യനെ പോലെ വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ ഇയാൾ പല ഇതിലും നമ്മൾ കണ്ടു. എവിടെയായിരുന്നു ഇയാൾ ഇത്രയും ദിവസം എന്നുള്ളതല്ലേ. അപ്പോൾ പുള്ളി അവിടെ വന്നിട്ടുണ്ടായിരുന്നെന്നും അവിടെ ഒരു ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ടെന്നും തടിക്കഷ്ണം ഇതിലേക്ക് വീണെന്നും തടിക്കഷ്ണം വെച്ചിട്ടുള്ള വണ്ടിയുടെ പുറകുവശം മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നും അവിടെ പല ആൾക്കാർക്കും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടെന്നും വെള്ളം തെറിക്കുകയും കല്ലും മറ്റു സംഭവങ്ങളൊക്കെ തെറിക്കുകയായിരുന്നു എന്നുള്ളതും ഇത്രയും ദിവസം അവിടെ നിന്നിരുന്ന ആളുകളെക്കാളും പറയുന്നതിനേക്കാളും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ വ്യക്തി പറഞ്ഞു. അപ്പം ഏകദേശം നമ്മുടെ മൈൻഡിൽ പേഴ്സണലി ക്ലോസ് ടു കാര്യങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സംഭവം. അവിടെ ഇഷ്യൂസും വേറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ഇതിൽ പുഴയിലേക്കാണെന്നും ദർ ഇസ് എ ചാൻസ് അതങ്ങനെ തെറിക്കുന്ന കണ്ടു എന്നും എല്ലാ രീതിയിലുള്ള ഒരു പോസിറ്റീവ് റിപ്ലൈ, ദർ ഇസ് എ ചാൻസ് ടു ഗെറ്റ് ഹിം ബാക്ക് എന്നുള്ള രീതിയിൽ നടക്കുന്നുണ്ട്. ഇന്നലെ ആണെങ്കിലും ബാക്കിയുള്ള വെള്ളത്തിലോട്ട് നോക്കാനുള്ള കാര്യത്തിൻ്റെ എല്ലാ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം കിട്ടിയെന്നും പറയുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് അർജുൻ്റെ ഫാമിലിയെ വെറുതെ വിടുക. കാരണം ഡോണ്ട് മേക്ക് അതർ ഇഷ്യൂസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇന്നലെ അല്ല കുറച്ച് ഇതിലേക്ക് മുമ്പ് അമ്മ ഒന്ന് പറയുന്നുണ്ടായിരുന്നു ആ ഒരു നെഗറ്റീവ് കമൻറ്റ്സ്, അല്ലെങ്കിൽ ഞങ്ങൾ 3 പേരും തമ്മിലുള്ള വൈബ് കണക്ഷൻസ് നിങ്ങൾക്ക് അറിയില്ല. സോ നിങ്ങളിങ്ങനെ മോശമായ രീതിയിൽ സംസാരിക്കുന്നു, അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇത് കേരളം തന്നെയല്ലേ, അഫ്ഗാൻ അവിടെയൊന്നും അല്ലല്ലോ. ഇവിടെ ഇങ്ങനത്തെ ഒരു ഇതിൽ ഇങ്ങനത്തെ ഒരു ജില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ജില്ല ഇൻ ദ സെൻസ് ലൈക്ക് ഇങ്ങനത്തെ ഒരു കേരളത്തിൽ ഇവിടെ ഈ ആൾക്കാരുടെ സംസാരം ഇതിൻ്റെ ഇടയിൽ സിസ്റ്റർ ബോൾഡായിട്ട് നിൽക്കുന്നു. എങ്ങനെയാണ് ഇവർക്ക് പറയാൻ പറ്റുന്നത്? എങ്ങനെയെങ്കിലും കിട്ടി ഡ്യൂഡ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 ദിവസമായി, 9 ദിവസത്തിന് മേലെയായി അവിടെ ഇപ്പോഴും മഴയും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. സോ അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഇങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നത്, അല്ലെങ്കിൽ ആരെയും എന്തും പറയാം എന്നുള്ള നിങ്ങളുടെ ഒരു തോട്ട് അവിടെ അവസാനിപ്പിക്കുക. അവിടെ അവരെല്ലാവരും കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്, വൈഫാണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും ഒക്കെ. കാരണം അവർക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കല്ല് പോലെ നിന്ന് കാര്യങ്ങൾ സംസാരിച്ചേ പറ്റൂ. ഇവരെല്ലാവരും കരഞ്ഞൊരു മൂലയ്ക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഇത്ര ബോൾഡായിട്ട് നിന്ന് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്നില്ല. അപ്പോൾ കരഞ്ഞ മൂലയ്ക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്താ കാര്യമുള്ളത്? അപ്പോൾ ഞാൻ അവരുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ അവരുടെ കൂടെ മെൻ്റലി നിൽക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് എവർ ഇറ്റ് ഈസ് ഞങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും അവനെ കിട്ടണം. കാരണം തെരച്ചിൽ നിർത്തരുതെന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയുന്നു. അപ്പോൾ ഞാനിവിടെ കാണുന്നത് സൊസൈറ്റിയിൽ ശക്തമായിട്ട് സംസാരിച്ച് മുന്നോട്ട് വരുന്ന ആൾക്കാരെ വലിച്ച് മൂലക്കിലേക്ക് ഇടുന്ന, അല്ലെങ്കിൽ അവരെ ഡീഗ്രേഡ് ചെയ്ത രീതിയിൽ കാണുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഞാനിവിടെ പല രീതിയിലും നോട്ടീസ് ചെയ്യുന്നുണ്ട്. പല സിറ്റുവേഷനും പല ഇൻസിഡൻസിലും ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവരുടെ അമ്മ പരാതി കൊടുത്തിരിക്കുന്നു. നിങ്ങൾ എന്തിനാണ് അതിൻ്റെ അടിയിൽ പോയിട്ട് ഈ കമൻറ്റും നിങ്ങൾക്കൊരു മനസാക്ഷിയും ബോധവും ഇല്ലേ? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കാം, എന്താണ് സിറ്റുവേഷൻ? ആ ഒരു കുടുംബം അടക്കം ഇങ്ങനെ ശ്വാസം പിടിച്ച് നിൽക്കുകയാണ്. സ്വന്തം മകൻ എന്ത് പറ്റി, എൻ്റെ ചേട്ടൻ എന്ത് പറ്റി, എൻ്റെ ഭർത്താവിന് എന്ത് പറ്റി, എൻ്റെ അച്ഛൻ എന്ത് പറ്റിയെന്ന് ഒന്നും അറിയാതെ അത്രയും ഡംപായിട്ട് നമ്പായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ പോയിട്ട് ഈ കുനുകുന കമൻ്റ് ഇടാനായിട്ട് ഉളുപ്പില്ലേ നിങ്ങൾക്ക് എന്താ നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്? അവരുടെ മുഖം കണ്ടു, അവരുടെ മുഖത്തൊരു സങ്കടവും ഇല്ല. അവർക്ക് എങ്ങനെ അവരെന്താ ചെയ്യേണ്ടത്? നെഞ്ചത്തടിച്ച് കരഞ്ഞ് ആ കരച്ചിൽ മുഴുവൻ ഒരു ബക്കറ്റിലാക്കി വെച്ചിട്ട് ആ ബക്കറ്റിൽ കൊണ്ടിട്ട് മുല്ലപ്പെരിയാറിൽ കൊണ്ട് ഒഴിക്കണോ? എൻ്റെ മകൻ അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞങ്ങൾ ശേഖരിച്ച് വെച്ച കണ്ണീരാണെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ മനസ്സ് കല്ലാക്കി നിന്ന് പ്രാർത്ഥനയോടെ നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും മോനെ കിട്ടണം, അല്ലെങ്കിൽ അവനെ തിരിച്ചു കിട്ടണം എന്നുള്ളൊരു ഇതിൽ. അതിന് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടോ ഫൈറ്റ് ചെയ്തിട്ടോ സ്ട്രെയിറ്റ്ലി കാര്യങ്ങൾ സംസാരിച്ചിട്ടാണെങ്കിലും അവിടെ ആക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ ഫാമിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ വന്നിരിക്കുന്ന കമൻസാണ് ഈ കാണുന്നത്. സങ്കടമില്ല, എങ്ങനെ പറയാൻ പറ്റുന്നു ജീവനോടെ അല്ലെങ്കിലും കിട്ടണം എന്നുള്ളത്. കാരണം ഇത്രയും ദിവസമായി. അപ്പോൾ ഒരു എന്ത് തന്നെയാണെങ്കിലും ദേ ആർ റെഡി ടു ഫേസ്. ഏത് രീതിയിലാണെങ്കിലും അവർ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നു. ഉള്ളുപ്പുണ്ടോ? എന്തൊരു വൃത്തികെട്ട എവിടെ നിന്ന് പടച്ചു വരണതാണോ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ? ഏതാ നോക്കാതെ കമൻ്റ് ഇടുക. ഇതിനു മുമ്പത്തെ പ്രാവശ്യം പണ്ട് ഒരു തവണ രഞ്ജിനി ഹരിദാസ്വരന്മാരുടെ വീട്ടിലേക്ക് കൂളിംഗ് ഗ്ലാസും വെച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ടായിരുന്നു അംഗം. ഷീ ഡോണ്ട് വാണ്ട് ടു ഷോ ഹെർ ഫേസ്. അതിപ്പോൾ കരഞ്ഞ് കലങ്ങിയ കണ്ണായിരിക്കും, അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി കൂളിംഗ് ഗ്ലാസ് ഫേസിനായിട്ട് ഒരു പ്രൊട്ടക്റ്റിംഗ് ഹൈഡിങ് സംഭവമാണത്. മരണ വീട്ടിലോട്ട് ആരെങ്കിലും കൂളിംഗ് ഗ്ലാസും വെച്ചുകൊണ്ട് വരുമെന്നായിരുന്നു കുന്തളിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ആരെയും എന്തും എവിടെയും പറയാമെന്നോ? ഒഴിഞ്ഞു പോവാൻ നോക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ജന്മങ്ങളാണോ? എനിക്ക് ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നി. ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ അയാൾക്ക് വേണ്ടി സെർച്ച് ചെയ്യുന്നു, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിളിക്കുക പോലും ചെയ്യാതെ സ്വന്തം ജോലി വരെ ഇട്ടിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയവർ വരെ ഉണ്ട്. അപ്പോൾ ഇവരിവിടെ സ്വന്തം അവന് കിട്ടാൻ വേണ്ടിയിട്ട് ബോൾഡായിട്ട് നിന്ന് സംസാരിച്ചപ്പോൾ ആ ബോൾഡ്നെസ്സിനെ അഹങ്കാരമായിട്ടും വിഷമവും ഇല്ല ഇവർക്ക് എങ്ങനെ നിൽക്കാൻ പറ്റുന്നു? എന്നിട്ട് അതിൻ്റെ പേരിൽ സൈബർ ആക്രമണം.
അപ്പം മലയാളികൾ പൊളിയാണ്, മലയാളികൾ അവിടെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ മലയാളികളിൽ തീറ്റം പോലത്തെ കുറച്ച് സാധനങ്ങൾ ഉണ്ടെന്ന് പറയാതെ വയ്യ. ഒരാൾക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവരുടെ വീഡിയോൻ്റെ താഴെ പിക്കുന്ന താഴെ പോയി ഇങ്ങനെ കമൻറ്റ് ഇടാൻ കൈ വരത്തില്ല. വരുന്ന കൈകളുണ്ടല്ലോ തീറ്റ കൈകളാണെന്ന് ഞാൻ പറയും. ഗെറ്റ് എ ലൈഫ്. നിങ്ങൾ ഒഴിഞ്ഞു പോവാൻ നോക്കും. ആ പയ്യന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ, ആ പയ്യന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനും കുടുംബം ബോൾഡായിട്ട് തന്നെ നിൽക്കുകയാണ്. ഞാൻ പറയട്ടെ, അവനൊന്ന് തിരിച്ച് കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു റിലീഫുണ്ട്. അവർ ഈ സ്ട്രെസ്സ് മുഴുവൻ റിലീഫ് ചെയ്ത് ആ ഒരു കരച്ചിൽ നിങ്ങൾ കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ദിവസം അവർ പിടിച്ചു നിൽക്കുകയായിരുന്നെന്നും. കേരളം ഒട്ടാകെ പ്രാർത്ഥനയോടെ നിൽക്കുകയാണ്. കേരളത്തിൽ ഓൾമോസ്റ്റ് ഈ കാര്യം അറിഞ്ഞ എല്ലാവരും പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് അവനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ എടുത്ത് വലിച്ച് തൂക്കിയെറിയണമെന്ന് ഞാൻ പറയുള്ളൂ. ഒരു കമൻറ്റ് വന്നേക്കാം, എങ്ങനെ നിൽക്കാൻ പറ്റുന്നു? അവരുടെ മുഖത്തൊരു സങ്കടമില്ല. പെങ്ങൾക്ക് അതാണ്. എന്താ നിങ്ങൾ ഉദ്ദേശിക്കണേ? എനിക്ക് അറിയാൻ പലതും ചോദിക്കാം. നിങ്ങൾക്ക് അമ്മയും പെങ്ങളും മക്കളും ഒന്നും ഇല്ല? നിങ്ങൾക്കൊന്നും ഒരു ഇവരൊക്കെ ഉണ്ടല്ലോ മറിയല്ല വേണ്ടത്. കപാലം നോക്കി ഒറ്റ അട്ടിയും കൊണ്ട് പൊട്ടിക്കണം ഇമാതിരി കമൻറ്റ് ഇടുന്ന വൃത്തികെട്ട സാധനങ്ങളോട്. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ്. ഓൾമോസ്റ്റ് ആ ആളെ ഒന്ന് കിട്ടിയിട്ട് എല്ലാം ഒന്ന് ഓക്കെ ആവാൻ. കാരണം ബ്ലാസ്റ്റ് നടക്കുന്നു, പല രീതിയിലും ന്യൂസ് അപ്ഡേഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇമാതിരി കുന്തളിപ്പ്.